ഏവർക്കും സാദര നമസ്തേ. ഞാൻ അഡ്വക്കേറ്റ് സതീഷ് ടി പത്മനാഭൻ, കേരള വിശ്വകർമ്മ സഭ സംസ്ഥാന അധ്യക്ഷൻ. ഈ 2 ദിവസമായി ധാരാളം ഫോൺ കോളുകളും നേരിട്ടുള്ള സംഭാഷണങ്ങളും വന്നു. ഹിന്ദുമതത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള ആശയം ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നാണ്. അപ്പോൾ അത്തരത്തിൽ ഒരു സംസ്കാരത്തിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്ന ജനവിഭാഗമാണ് ഹിന്ദു മതക്കാർ. അപ്പോൾ ഹിന്ദുമതത്തിലെ ഇതര ജാതി വിഭാഗങ്ങളെ പരസ്പരം ആദരവോടും ബഹുമാനത്തോടും കൂടി കാണുക എന്നുള്ളതാണ് സാംസ്കാരികമായ ഉന്നതി. പക്ഷേ അത് പലപ്പോഴും പലരും ലംഘിച്ചു. അതൊരു ശരിയായ കാര്യമില്ല. ഈ കഴിഞ്ഞ ദിവസം മൂർത്തി എന്നു പേരുള്ള ഒരാൾ ഒരു വീഡിയോയിൽ കൂടി അദ്ദേഹം ഹിന്ദുമതത്തിലെ പല ജാതി വിഭാഗങ്ങളെയും ഇകഴ്ത്തിക്കാണുന്ന ചില പ്രസ്താവനകൾ നടത്തി, പ്രത്യേകിച്ച് വിശ്വകർമ്മ ജനവിഭാഗത്തിൽ. അദ്ദേഹവും അദ്ദേഹത്തെ പോലെ ഉള്ളവരും ഒരു കാര്യം മനസ്സിലാക്കണം. ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും ശ്രുതികളിലും സ്മൃതികളിലും മാത്രമല്ല, സ്ഥാപത്യവേദം, കുഴിക്കാട്ടുപച്ച, ശില്പശാസ്ത്രം, മൂലസ്തംഭ പുരാണങ്ങൾ അടക്കമുള്ള ആദിമ പുരാതന ഗ്രന്ഥങ്ങളിൽ പരാമർശിച്ചിരിക്കുന്ന ഏക ജനവിഭാഗം ഭാരതത്തിലെ വിശ്വകർമ്മജർ മാത്രമാണ്. ഇപ്പം നമുക്ക് ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ വളരെ ഉന്നതിയിലെത്തി. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലഘട്ടമാണ്. പക്ഷേ ഇതൊക്കെ സ്വപ്നം മാത്രമായിരുന്ന കാലഘട്ടത്തിൽ ആർഷഭാരത സംസ്കാരത്തിൻ്റെ എല്ലാ നിറകുടങ്ങളായിട്ടുള്ള നിർമ്മിതികളും നിർമ്മിച്ചത് ഭാരതത്തിലെ വിശ്വകർമ്മജരാണെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. വിശ്വകർമ്മ കുലജാതേ ഗർഭബ്രാഹ്മണ നിശ്ചയം ശൂദ്രസ്തം നാസ്തി തൽബീജം പ്രാർത്ഥനാം വിശ്വകർമ്മണ എന്നെഴുതിയത് വിശ്വകർമ്മജരല്ല. വിശ്വകർമ്മജർ പൗരാണിക കാലം മുതൽ വൈദിക പാരമ്പര്യം പുലർത്തി വരുന്ന ദൈവിക പാരമ്പര്യം പുലർത്തി വരുന്ന ശ്രേഷ്ഠ ജനതയാണെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അവരാ കാലഘട്ടം മുതൽ പൂണൂല് ഇടുന്നുണ്ട്. ഭാരതത്തിലെ പല നിർമ്മിതികളും ലോക അത്ഭുതത്തിന് ഉപരിയായി നിൽക്കുന്ന നിർമ്മിതികളാണ്. തഞ്ചാവൂരിലെ ബൃഹദേശ ക്ഷേത്രമായാലും, മധുര മീനാക്ഷി ക്ഷേത്രമായാലും, കൊണാർക്കിലെ സൂര്യക്ഷേത്രമായാലും, ഇങ്ങ് നമ്മുടെ കേരളത്തിൻ്റെ തെക്കേയറ്റത്തുള്ള ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രമായാലും ഒക്കെ അതൊക്കെ വിശ്വകർമ്മജൻ്റെ കരവിരുതിലാലും അവൻ്റെ മനസ്സിലായും ഉയർക്കൊണ്ട നിർമ്മിതികളാണെന്ന് ഇത്തരത്തിൽ ഫോഷ്കു പറയുന്നവർ ഓർക്കുന്നത് നന്നായിരിക്കും. നമ്മുടെ കേരളത്തിൽ കോടിക്കണക്കിന് ജനങ്ങൾ തൊഴുന്ന ഒരു ക്ഷേത്രമാണല്ലോ അയ്യപ്പ ക്ഷേത്രം. ആ അയ്യപ്പ വിഗ്രഹം ഒരു കാലത്ത് തീവെച്ച് നശിപ്പിച്ചു. ആ അയ്യപ്പ വിഗ്രഹം എങ്ങനെ ഇരുന്നെന്ന് യാതൊരു തരത്തിലുമുള്ള തെളിവുകൾ അവശേഷിപ്പിക്കാതെയാണ് തീവെച്ച് നശിപ്പിച്ചത്. തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ മാർത്താണ്ഡവരാജവർമ്മരാജയുടെ കൊട്ടാരത്തിൽ ഒരു ചിത്രം മാത്രമാണ് അവശേഷിച്ചത്. പക്ഷേ ആ ചിത്രം കൊണ്ട് മാത്രം നിർമ്മിച്ചതല്ല ഇന്നത്തെ വിഗ്രഹം നിർമ്മിച്ചത് ചെങ്ങന്നൂരുള്ള വിശ്വകർമ്മ കുടുംബമായ തട്ടാവുള്ള കുടുംബാംഗങ്ങളാണെന്ന് ചരിത്രത്തെ മറന്നുകൊണ്ട് പല്ലിളിച്ച് കാണിക്കുന്നവർ ഓർക്കുന്നത് നന്നായിരിക്കും. എല്ലാവരെയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഹിന്ദുമതത്തിൻ്റെ ഐക്യത്തെ തകർക്കുവാൻ, അതില്ലാതാക്കുവാൻ വിശ്വകർമ്മജരെ വെറുതെ അങ്ങ് ചൊറിയാമെന്ന് ആരെങ്കിലും വിചാരിച്ചു കഴിഞ്ഞാൽ അവരുടെയൊക്കെ സ്ഥാനം കാലഘട്ടത്തിൻ്റെ ചവിട്ടുകൊറ്റയിലായിരിക്കുമെന്ന് ഇത്തരത്തിലുള്ളവർ ഓർക്കുന്നത് നന്നായിരിക്കും. വൈദിക പാരമ്പര്യം പുലർത്തി, ശ്രേഷ്ഠ പാരമ്പര്യം പുലർത്തി ഈ സമൂഹത്തിൻ്റെ എല്ലാവിധ നിർമ്മിതികൾക്കും പാത്രമായിരിക്കുന്ന, സാമൂഹ്യ പരിഷ്കരണത്തിന് പാത്രമായിരിക്കുന്ന ഈ ജനവിഭാഗത്തെ അവഹേളിച്ചാൽ അതിന് ശക്തമായ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാകുമെന്ന് ഇവർ ഓർക്കുന്നത് നന്നായിരിക്കും. ആ മൂർത്തിയുടെ വാക്കുകളെ പിടിച്ചുകൊണ്ട് ചിലരൊക്കെ എന്തൊക്കെയോ ജൽപ്പനങ്ങൾ പുറപ്പെടുവിക്കാൻ ശ്രമിക്കുന്നത് ശരിയല്ല. കാരണം ഓൾ ഇന്ത്യ ബ്രാഹ്മണ ഫെഡറേഷൻ്റെ ബഹുമാന്യനായ മൺമറഞ്ഞുപോയ ആലപ്പുഴ SD കോളേജിലെ ഇംഗ്ലീഷ് വിഭാഗത്തിൻ്റെ മേധാവി പ്രൊഫസർ ശങ്കരൻ നമ്പൂതിരി സാറുമായിട്ട് ഞാൻ ഈ കാര്യത്തിൽ ഒരു നല്ല സംവാദത്തിൽ ഏർപ്പെട്ടത്. അറിവുള്ളവർ ഒരിക്കലും അങ്ങനെ പറയില്ല. ഈ കുലത്തിൻ്റെ ശ്രേഷ്ഠത മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതാണ് നല്ലത്. ഭാരതത്തിലെ വലിയ ചരിത്രകാരന്മാർ മാത്രമല്ല, A.L. ഭാഷ, മാക്സ് മുള്ളർ,
ജവഹർലാൽ നെഹ്റു എന്തിനേറെ പറയുന്നു, നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി പോലും വിശ്വകർമ്മജർ നടത്തിയിട്ടുള്ള സേവനങ്ങളെ എപ്പോഴും പുകഴ്ത്തുന്നവരാണെന്നുള്ള കാര്യം ഇവർ ഓർക്കണം. അതുകൊണ്ട് ഇത്തരത്തിലുള്ള മൂർത്തിമാരുടെ ജൽപ്പനങ്ങൾക്ക് കേരള വിശ്വകർമ്മ സഭയുടെ പേരിൽ ഏറ്റവും ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. അവരിത് പഠിക്കണം, പഠിക്കാൻ തയ്യാറാകണം, പഠിക്കാൻ തയ്യാറായിട്ട് വേണം ഇത്തരത്തിലുള്ള ജൽപ്പനങ്ങൾ നടത്തുവാൻ എന്ന് ഒരിക്കൽ കൂടി അവരെ ഓർമ്മിപ്പിക്കുന്നു. നന്ദി, നല്ല നമസ്തേ, ജയ് വിശ്വകർമ്മ.